ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ പിങ്കി ആ കൊടും ചതി നന്ദയോട് ചെയ്തിരിക്കുകയാണ്. പിങ്കി മാത്രമല്ല, അരുന്ധതിയും കൂടി ചേർന്നാണ് ഈ കൊടും ചതി നന്ദയോട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗീതുവിനും രതീഷിനും കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി. അപ്പം ഗീതുവിനും രതീഷിനും വല്ല സംശയമുണ്ട്. ആ ഡോക്ടർ ആരാണ്, എന്താണ്, എന്തോ ഒരു ഉദ്ദേശമായിട്ടാണ് വന്നതെന്നൊക്കെ മനസ്സിലായി. ഏതായാലും ഹോസ്പിറ്റലിലേക്ക് എത്തിയ നമ്മുടെ രതീഷിനെയും ഗീതുവിനെയും നന്ദ കാണുകയാണ്. അങ്ങനെ നന്ദ ഓടിച്ചെന്നിട്ട് ഇത്രയും നേരം ഇത് എവിടെയായിരുന്നു, ഇത് എവിടെ പോയി കിടക്കുകയായിരുന്നു, എന്താ ഗീതു നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്, ഇതിനിടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിന്ന് അറിയാമോ, നീ പെട്ടെന്ന് വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാ. അപ്പൊ നമ്മുടെ ഗീതു പറയുകയും ചെയ്തു, കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി പറയാം, എന്തോ ചതി ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് നന്ദ ഡോക്ടറെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം വലിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ ഗീതുവിനെയും കൊണ്ട് ഓടി ചെല്ലുകയാണ്. അപ്പം ഗീതുവിനെയും കൊണ്ട് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദയ്ക്ക് അറിയില്ലല്ലോ ഇതുവരെ എല്ലാം കഴിഞ്ഞു. ഇപ്പം നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞ് പിങ്കിയുടെ വയറ്റിൽ പിറന്നു എന്നൊന്നും അറിയില്ല. അപ്പം നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതുവായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. സരോഗസി കഴിഞ്ഞു എന്നുള്ള ആ ഒരു സത്യം ആകെപ്പാടെ അങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. നന്ദ ചോദിച്ചു, ഗൗതം സാർ എന്നോട് ഈ ചതി ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തിനാ ഗൗതം സാർ എന്റെ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ നിക്ഷേപിച്ചത്? സമ്മതിക്കില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, പറ്റില്ല, ഇത് പറ്റില്ല എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര വാശി കാണിക്കുകയാണ്. അപ്പോഴത്തേക്കും അരുന്ധതി പറഞ്ഞു, നീ എന്തിനാ ഈ ചാടി ദേഷ്യപ്പെട്ട് നിൽക്കുന്നത്? അല്ല, ആ ഒരു സമയത്ത് ആരുടെയെങ്കിലും വയറ്റിൽ ആ ഒരു കുഞ്ഞിനെ ജന്മം എടുപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ലക്ഷ്യം. അതിന് പിങ്കി കടന്നു വന്നു. അപ്പൊ പിന്നെ പിങ്കിയുടെ വയറ്റിൽ തന്നെ ആ കുഞ്ഞ് ജനിക്കട്ടെ. അങ്ങനെ ഒരു വലിയൊരു ഉപകാരമല്ലേ നിനക്ക് പിങ്കി ചെയ്തു തന്നിരിക്കുന്നത്? നീ പിങ്കിയോട് നന്ദിയല്ലേ പറയേണ്ടത്? ആ ഒരു സമയത്ത് ആരും വന്നില്ലായിരുന്നെങ്കിൽ, സമയം കഴിഞ്ഞു പോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? അവളൊരു ത്യാഗമല്ലേ നിന്നോട് ചെയ്തതെന്ന് പറഞ്ഞപ്പോ, വേണ്ട വല്യമ്മ, കൂടുതൽ ത്യാഗത്തിന്റെ കഥയൊന്നും എന്നോട് പറയണ്ട. ഇത് കൊടും ചതി തന്നെയാ, എനിക്കറിയാം, ഉറപ്പാ, എനിക്കറിയാം, ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്, അത് ആരുടെ വയറ്റിൽ വളരണമെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? എന്നിട്ട് ഗൗതം സാറിന് എന്നോട് ഒരു വാക്ക് പറയായിരുന്നല്ലോ, വിളിക്കായിരുന്നല്ലോ, ഒരു കോള് ചെയ്യായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നിന്നെ എത്ര തവണ വിളിച്ച് ഞാൻ നന്ദ, എന്നിട്ട് നീ ഫോൺ എടുത്തോ? ഇല്ലല്ലോ. അത് പിന്നെ ഇതെല്ലാം ചതിയാ, അവളുടെ ചതിയാ, കൊടും ചതി, ഇതെല്ലാം ചെയ്തത് അവള് തന്നെയാ, ആ പിങ്കി എന്ന ദുഷ്ട. അപ്പോഴത്തേക്കും അരുന്ധതി പറഞ്ഞു, നീ അവളെ വെറുതെ കുറ്റപ്പെടുത്തരുത്, കാരണം അവള് വലിയൊരു സഹായമാണ് നിനക്ക് ചെയ്തിരിക്കുന്നത്, ത്യാഗം, അത് നീ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിനെ അങ്ങോട്ട് പുകഴ്ത്തുകയാണ്. നന്ദയ്ക്ക് ഇത് കേൾക്കും തോറും ഇങ്ങനെ ദേഷ്യം വരും. അങ്ങനെ നന്ദ ഗൗതമിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഈ സമയമാണെങ്കിൽ നമ്മുടെ പിങ്കി ജയിച്ചു, താനെല്ലാം നേടിയെടുത്തു എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുന്നു. അതിനിടയിൽ നമ്മുടെ പിങ്കി ഇങ്ങനെ മനസ്സിൽ ഓർക്കുക, എന്റെ ഈശ്വര, ആ ഗീതു അങ്ങാനും ഇനി എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് അവളുടെ എടുത്ത് ചെന്ന ഡോക്ടറെന്നും ഞാനാണ് ഇതിന് പിന്നിലെന്നും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യുക, എന്താ എന്റെ ഈശ്വര, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പിങ്കി കിടക്കുന്നത്. അപ്പം പിങ്കിയുടെ അടുത്തേക്ക് പെട്ടെന്ന് ഒരു സിസ്റ്റർ വരിക. അപ്പൊ ഒരു സിസ്റ്റർ വന്നിട്ട്, എങ്ങനെയുണ്ട് പ്രിയമത? അല്ല പ്രിയമത എന്താ എണീറ്റിരിക്കുന്നത്, കിടന്നോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഹേയ് കുഴപ്പമില്ല, ഇപ്പൊ കിടക്ക്, എന്തിനാ ഇപ്പോഴേ ഇങ്ങനെ എണീറ്റൊക്കെ ഇരിക്കുന്നത്, കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എണീറ്റാ മതി. അതുമല്ല, അറിയാലോ, ഇപ്പൊ തന്നെ കിടപ്പിനോട് മടുപ്പ് തോന്നിക്കഴിഞ്ഞാലോ, പ്രസവിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും 3 മാസം ബെഡിൽ തന്നെ കിടക്കാനുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മളൊരു ശീലമാക്കി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും പ്രിയമത, അതായത് പിങ്കി പറഞ്ഞു, അതേ സിസ്റ്റർ, എനിക്കൊരു കാര്യം സിസ്റ്ററിനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ, പേടിക്കാനൊന്നുമില്ല, പറഞ്ഞോളാൻ പറയാം. അത് പിന്നെ എനിക്കൊരു ആളെ കാണണമായിരുന്നു എന്ന് പറഞ്ഞു. ആരെ? അത് പിന്നെ ഗീതുവിനെ അറിയില്ലേ സിസ്റ്റർ? അറിയാം. ആദ്യം ഇത് ചെയ്യാൻ ഗീതു എന്ന് പറയുന്ന ആ പെൺകുട്ടീനെ ആയിരുന്നല്ലോ ഏർപ്പാടാക്കിയത്. അത് കഴിഞ്ഞപ്പോഴാണല്ലോ പിങ്കി പിന്നെ വന്നത്. എനിക്ക് ഗീതുവിനെ ഒന്ന് കാണണം, ഗീതുവിനോട് ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതുവിനെ വിളിക്കാൻ പറയുകയാണ് സിസ്റ്ററിനോട്. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അതിനിപ്പോ എന്താ പിങ്കി, ഞാൻ ഗീതുവിനോട് പോയി പറയാലോ എന്ന് പറയുന്നു. ഇതേ സമയം ഗീതുവിനോട് ചെന്ന് ആ സിസ്റ്റർ പറയുകയാണ്, അതെ ഗീതുവിന് ഒരു പേഷ്യന്റിന് ഗീതുവിനെ കാണാനുണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഏത് പേഷ്യന്റ്? ഒരു പേഷ്യന്റ്, അങ്ങോട്ടേക്ക് ചെല്ലാൻ റൂം നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നമ്മുടെ ഈ ഗീതു അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പിങ്കി ഇങ്ങനെ പുറം തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പുറം തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രിയമ്പതയാണ്, അതായത് ഡോക്ടറാണെന്നൊന്നും മനസ്സിലാവുന്നില്ല, കള്ളവേഷം കെട്ടി വന്നേ. അപ്പൊ നമ്മുടെ ഗീതു വന്നിട്ട് ചോദിച്ചു, അല്ല എന്തോ നിങ്ങൾക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തോ എന്നോട് സംസാരിക്കാനുള്ളത്? ഞാനിതുവരെ നിങ്ങളെ കണ്ടിട്ട് കൂടിയില്ല, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അല്ല എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം?
എന്നൊക്കെ ഇങ്ങനെ ഗീതു ചോദിച്ചു. അപ്പം ഗീതുവിനോട് പറഞ്ഞു അത് പിന്നെ നമ്മൾ തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞു. എന്ത് ബന്ധം? എനിക്കറിയാത്ത എന്ത് ബന്ധമാ? അല്ല നിങ്ങൾ ആരാ? ആദ്യം അത് പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി എന്ത് ചെയ്തു, പതിയെ ആ ഒരു കട്ടിലിൽ നിന്ന് ഇങ്ങ് എണീറ്റിട്ട് ഇങ്ങ് തിരിഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഗീതു ഞെട്ടി നിൽക്കുന്നത്. ഗീതു, നീയോ? എടി കള്ളി, പെരും കള്ളി. അപ്പൊ നീ കള്ളിയായിരുന്നല്ലേ? ഡോക്ടറിന്റെ വേഷം കെട്ടി വന്നിട്ട് ഇപ്പൊ നീ നീ ആരാടി? എന്തിനാടി നീ നന്ദ ഡോക്ടറിനെ ചതിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് പറയാം, ഞാൻ നന്ദ ഡോക്ടറിനെ വിളിക്കട്ടെ, എല്ലാം ഞാൻ പറയുന്നുണ്ട്, നീ പെരും കള്ളിയാണെന്നും നിന്നെ ഞാൻ കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് ഞാൻ നന്ദ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. പാവം, ആ ഡോക്ടർ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ പിഗ്ഗി പറഞ്ഞു, ഗീതു നിർത്ത്, ഗീതു ഇപ്പം ഒന്നും ആരോടും പോയി പറയരുത്, ഞാൻ പറയുന്നതൊന്ന് ഫുള്ള് കേക്ക് ഗീതു എന്ന് പറയാണ്. നിനക്ക് എന്താ പറയാനുള്ളത്? പെരും കള്ളിയായി നീ പറയുന്ന വാക്കുകൾ ഞാൻ ഇനി എന്തിനു വിശ്വസിക്കണം എന്ന് ചോദിച്ചപ്പോൾ വിശ്വസിച്ചേ പറ്റൂ, ഞാൻ വേറെ ആരുമല്ല, ഗൗതം സാറിന്റെ അനിയത്തി പ്രിയംവദയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പ്രിയംവദയോ? അല്ല അപ്പൊ ഈ സരോഗസി? അതെ, എന്നിലാണ് ആ സരോഗസി ചെയ്തത്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുടുംബത്തിൽ തന്നെ ഒരാളുള്ളപ്പോൾ പുറത്ത് എന്തിനാണ് ഗീതു ഇങ്ങനെ ഒരു സരോഗസി ചെയ്യാൻ നിന്നെ അന്വേഷിച്ച് നടന്ന് നിന്നെ കണ്ടുപിടിച്ചതെന്ന് നിനക്കറിയാമോ? അതിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയമതയുടെ ആദ്യം മുതലുള്ള കഥകൾ, അതായത് പിങ്കിയുടെ ആദ്യം മുതലുള്ള കഥകളും, ഇങ്ങനെ ഗൗതമിനെ സ്നേഹിച്ചപ്പോൾ ഗൗതമിനെ വേറൊരാൾ വിവാഹം കഴിച്ചതും, നമ്മുടെ പിങ്കിനെ അർജുനാണ് വിവാഹം കഴിച്ചതെന്നും, അർജുന്റെ അനിയനാണ് ഗൗതമിന്റെ അനിയനാണ് അർജുനെന്നും എന്ന കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്കിലും കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ എന്തിനാ നന്ദ ഡോക്ടർ എന്നെ തിരക്കി വന്നത്? അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണുമല്ലോ. അത് വേറൊന്നുമല്ല, നന്ദയ്ക്ക് പേടിയായിട്ടാ. അറിയാമോ, എന്റെ ജീവിതം അങ്ങേയറ്റത്താ നിൽക്കുന്നത്. അതും ഒരു കുന്നിന്റെ മുകളിൽ ഒരു അങ്ങേയറ്റത്ത് ഒരു കാറ്റ് വന്ന എൻ്റെ ജീവിതം താഴെ വീണ് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ കാറ്റ് വരാതെ നോക്കേണ്ടത് ഇപ്പം ഗീതുവിന്റെ കടമയാണ്. ഗീതുവിന്റെ കാല് പിടിക്കാം. ഇത് വേറൊന്നിനുമല്ല, എനിക്ക് ജീവിക്കണം, എനിക്ക് ഈ ലോകത്ത് എനിക്ക് എന്തെങ്കിലും വേണം. അതിന് എനിക്ക് വേറൊന്നുമല്ല ഇനി വേണ്ടത്, ഈ കുഞ്ഞിനെയാണ്. ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഞാനല്ല, നന്ദയും ഗൗതമും തന്നെ വളർത്തും, നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞായിട്ട്. പക്ഷെ ഇതിന്റെ പേരിൽ ആ വീട്ടിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് ഗീതു ഒന്നും മനസ്സിലാക്കണം. ഗീതു ആരുമില്ലാത്ത ഒരാളുടെ വേദന ഗീതുവിന് അറിയില്ലായിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞപ്പം എൻ്റെ അവസ്ഥ ഗീതുവിന് മനസ്സിലായി കാണും. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കൊരു പരിഗണന തന്നെ പറ്റൂ എന്ന് പറഞ്ഞപ്പം, അല്ല ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു, നിങ്ങളൊരു സ്ത്രീയാണ്, നിങ്ങൾക്കൊരു അമ്മയാകാൻ കഴിയില്ല എന്നൊന്നും നിങ്ങൾ പറയരുത്. അമ്മയാകാനുള്ള എല്ലാ കഴിവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നത് നന്ദ ഡോക്ടറിനെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്. നന്ദ ഡോക്ടറിനെ ഒരു പേരിലും നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല. എന്നാൽ ഈ വിവരം ആരോടും പറയില്ല എന്നിങ്ങനെ ഗീതു പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് നന്ദിയുണ്ട്, ഈ നന്ദിയും കടപ്പാടും ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി കൈകൂപ്പി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീതു അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ഗീതു അവിടെ നിന്ന് മാറിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദനെയും ഗൗതമിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നന്ദ പറഞ്ഞു, ഇതിനെല്ലാം പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം, ഇത് പിങ്കിയുടെ ഉദ്ദേശം തന്നെയാണ്. പിങ്കി ആ ഒരു ഡോക്ടറിന്റെ വേഷം കെട്ടിയിട്ട് നമ്മുടെ ഗീതുവിന്റെ അടുത്തേക്ക് പോയതെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് പിങ്കിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഗൗതമിനൊരു ചെറിയ സോഫ്റ്റ് ഒക്കെ ആയി തുടങ്ങി കേട്ടോ പിങ്കിയോട്. കാരണം ഗൗതമിന്റെ കുഞ്ഞു വയറ്റിൽ വളരുന്നുണ്ടല്ലോ. അപ്പൊ ഗൗതം പറഞ്ഞു, നീ ദയവ് ചെയ്തിപ്പം പിങ്കിയുടെ അടുത്തേക്ക് പോകരുത്, അവളിപ്പോ സരോഗസിയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഇതും വേണ്ട, എനിക്ക് ഒരു ദയയില്ല അവളോട്, എനിക്ക് അവളെ കാണണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നേരെ കയറി ചെല്ലുകയാണ് കേട്ടോ. കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിങ്കിക്കാണെങ്കിൽ നന്ദേനെ കണ്ടത് ഒരു പുച്ഛിച്ചൊരു ചിരിയോടുകൂടി ഇങ്ങനെ കിടക്കുക. എല്ലാം നേടിയെടുത്തല്ലോ, ആ ഒരു ചിരിയോട് കൂടിയാണ് ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ നന്ദ കയറി ചെന്നിട്ട് പിങ്കിയോട് ചോദിച്ചു, നീ ചതിക്കുകയായിരുന്നല്ലേ, നീ മനഃപൂർവ്വം നീ ഇവിടെ ഇപ്പം വന്ന് കിടക്കുന്നത്, ഇതെല്ലാം നീ കളിച്ച നാടകമാണെന്ന് പറഞ്ഞപ്പം എന്താ നന്ദ നീ പറയുന്നത്? ഇപ്പം ഞാൻ എന്തോ ഒരു ആത്മസംതൃപ്തി നേടിയ ഒരു ഫീലാ. നമ്മുടെ കുഞ്ഞ് ഈ വയറ്റിൽ വളരുക, നമ്മുടെ കുഞ്ഞോ, നീ മിണ്ടിപ്പോകരുത്, എൻ്റെ ഗൗതം സാറിന്റെയും കുഞ്ഞ്, ആരുടെ കുഞ്ഞാണെങ്കിലും ഈ വയറ്റിൽ വളരുന്നത് അറിയാലോ, നമ്മുടെ ഇന്ത്യവരം തറവാട്ടിന്റെ അവകാശിയാ, ഓടിക്കളിച്ച് നടക്കേണ്ടതാ. 9 മാസവും 9 ദിവസവും കഴിയുമ്പം ഈ കുഞ്ഞ് പുറം ലോകം കാണും, നമ്മുടെ ഇന്ത്യവരം തറവാട്ടിലേക്ക് വരും, നമ്മളെല്ലാം ഈ കുഞ്ഞിനെ കൈ പിടിച്ച് പിച്ച് വെച്ച് നടത്താനുള്ളതല്ലേ, സന്തോഷിക്കല്ലേ നന്ദേ ചെയ്യേണ്ടത് ഈ നിമിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറയാ, ഞാൻ ഇപ്പം വരാം. അപ്പം ഗൗതമും അരുന്ധതിയും ആ ഒരു റൂമിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് ഗൗതമിനോട് പറഞ്ഞു, ഞാൻ ഇപ്പം വരാം, ഞാൻ ഇപ്പം ഗീതുവിനെ വിളിച്ചോണ്ട് വരാം, ഗീതു സത്യങ്ങളെല്ലാം പറയും, ഇവളെ കാണുമ്പോൾ ഗീതു സത്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു പറഞ്ഞ് നേരെ ഗീതുവിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും
ഗീതു പറയാൻ പോകുന്നില്ല. അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ പിങ്കി ഗീതുവിനെ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മൾ എന്നും നമ്മുടെ കഥയുമായിട്ട് എന്നും രാവിലെ വരൂ കേട്ടോ, ഫുൾ വിശേഷമായിട്ട്. പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചാനലൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജിൽ ചിന്നുവിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലും കുറച്ച് വീഡിയോസ് ചെയ്താലാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 2 കഥ അതിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഗീതുവിന്റെയും ഗോവിന്ദന്റെയും അല്ല, സോറി, ഗീതു പറഞ്ഞു നമ്മുടെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും കഥയായിപ്പോയി. നമ്മുടെ നന്ദയുടെയും ഗൗതമിന്റെയും കഥ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.